എങ്ങനെയാണ് നാട്ടിലെ ഒരു നഴ്സിന് ജർമ്മനിയിൽ വന്ന് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? ഇതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമ്മൾ BSc അല്ലെങ്കിൽ GNM പാസ്സായിരിക്കണം. അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസ് ജർമ്മനിയിൽ മാൻഡേറ്ററി അല്ല, പക്ഷെ ചില എംപ്ലോയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നത്. ഇനി വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. ഇതിൽ A1, A2, B1, B2, C1, C2 ആണ് ജർമ്മൻ ലാംഗ്വേജ്. ഇതിൽ B2 വരെ സ്റ്റാഫ് നഴ്സ് പാസ്സാവണം. സോ നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി ജർമ്മൻ ലാംഗ്വേജിന് ചേരുക എന്നുള്ളതാണ്. ഇപ്പം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുക ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം അത് ജർമ്മനീൻ്റെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ജർമ്മൻ നമുക്ക് നന്നായി സംസാരിക്കാനൊക്കെ പറ്റും. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിനെ കണ്ടുപിടിക്കുക. ഒറ്റയ്ക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റസ്റ്റേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആണ്. നമ്മുടെ ഇംഗ്ലീഷിലെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് ഒരു ജർമ്മൻ സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്ററിന് മാത്രമേ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരും. അതിനുശേഷം ജോബ് ഓഫർ ലെറ്ററും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് ബുണ്ടസ് ലാൻഡിലേക്ക് നമ്മൾ ഡെഫിസിറ്റ് ബഷേനിഗുങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മുടെ പവർ ഓഫ് അറ്റോർണി, ആപ്ലിക്കേഷൻ ഫോമും നമ്മുടെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് നമ്മൾ ഡെഫിസിറ്റ് ബഷേനിഗുങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു ഡെഫിസിറ്റ് ബഷേനിഗുങ് ഏതാണ്ട് ഒരു 2 to 3 months എടുക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഫുൾ റെക്കഗ്നൈസ്ഡ് ആണോ പാർഷ്യൽ റെക്കഗ്നൈസ്ഡ് ആണോ. ചിലപ്പോൾ ഒരു അബൌട്ട് 10 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഫുൾ റെക്കഗ്നൈസേഷൻ കിട്ടും. നമുക്ക് ജർമ്മനിയിൽ ഡയറക്റ്റ് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഡെഫിസിറ്റ് ബഷേനിഗും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യുക എന്ന്. പാർഷ്യൽ റെക്കഗ്നൈസേഷൻ കിട്ടിയ ആൾക്കാർ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യണം, എക്സാം പാസ്സാവണം. അതായത് 2 തരത്തിലാണ്, അൺപാസിംഗ് പ്രൂഫും അല്ലെങ്കിൽ കെമിസെ പ്രൂഫും. 2 എക്സാമാണുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് എംപ്ലോയർ ചൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. സോ നമുക്ക് ഒരു ട്രെയിനിങ്സ് പ്ലാനും അതുപോലെ തന്നെ ഒരു അഡ്മിഷൻ ലെറ്ററും നമുക്ക് ജർമ്മനിയിൽ നിന്ന് കിട്ടണം. അതായത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ഇനി ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ പോകുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഈ ഒരു ട്രെയിനിങ്സ് പ്ലാനും അതുപോലെ തന്നെ അഡ്മിഷൻ ലെറ്ററും കൂടി തരണം. ഇത് മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഒരു 1 to 3 monthsനുള്ളിൽ നമുക്ക് വിസ കിട്ടും. വിസ കിട്ടി ഡയറക്റ്റ് ഇനി ജർമ്മനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ അഡാപ്റ്റേഷൻ കോഴ്സും ചെയ്യണം. അതായത് ഒരു 6 to 8 months ആയിരിക്കും നമ്മുടെ അഡാപ്റ്റേഷൻ കോഴ്സിൻ്റെ പീരീഡ്. ഒരു 1 week ഒക്കെ നമുക്ക് ഈ ഒരു അഡാപ്റ്റേഷൻ കോഴ്സിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും. ഇത് അറ്റൻഡ് ചെയ്ത് എക്സാം പാസ്സാകുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എക്സാം പാസ്സായാൽ നമുക്ക് ഉറുക്കുണ്ട, അതായത് ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആയി എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചില എംപ്ലോയേഴ്സ് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കാൻ നമുക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജിൽ നല്ല ഇമ്പ്രൂവ് ആയോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാഫ് നഴ്സായിട്ട് അവർ നമുക്ക് ജോലി ചെയ്യാൻ അനുവാദം തരിക. അതുപോലെ തന്നെ നമ്മൾ ഓക്കെ ആണെന്ന് തോന്നിയാലേ അവർ സാലറിയും കൂട്ടിത്തരും. ഇത് ചില എംപ്ലോയേഴ്സ് ഇങ്ങനെയാണ് ചെയ്യുക. സോ നമ്മൾ ഈ അഡാപ്റ്റേഷൻ കോഴ്സിൻ്റെ ആ സമയം തന്നെ നന്നായി ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് തന്നാൽ നമ്മളത് മാനേജ് ചെയ്യുമെന്നുള്ളൊരു തോന്നൽ എംപ്ലോയറിനുണ്ടാവും. ഇങ്ങനെയാണ് ഇന്ത്യയിലെ സ്റ്റാഫ് നഴ്സിന് ജർമ്മനിയിലേക്ക് വന്ന് ജോലി ചെയ്യുക, അതായത് സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ.